Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക് നമ്മൾ ഉറപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടുകൂടി നമ്മൾ 6 മാർക്ക് എന്ത് ചെയ്യുന്നു, ഉറപ്പിക്കുന്നു. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം എന്താണ്? മനൂസ് മദർ മെയിൻറ്റെയിൻസ് എ കിച്ചൺ ഗാർഡൻ. മനുവിൻ്റെ അമ്മ ഒരു അടുക്കളത്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും അടുക്കളത്തോട്ടം, ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിലും അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് തരം പച്ചക്കറിയാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, മനൂസ് മദർ മെയിൻറ്റെയിൻസ് എ കിച്ചൺ ഗാർഡൻ. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ മനുവിൻ്റെ അമ്മ എന്ത് ചെയ്യാണ്? ഒരു അടുക്കളത്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. വൺ ഡേ ഷി വാസ് ഡിഗിങ് ഔട്ട് റാഡിഷ് ഫ്രം ദ സോയിൽ. അപ്പോൾ ഒരു ദിവസം ആ അടുക്കളത്തോട്ടത്തിൽ പോയി റാഡിഷ് എന്ത് ചെയ്യാണ്? നമ്മുടെ അമ്മ എന്ത് ചെയ്യാണ്? മനുവിൻ്റെ അമ്മ റാഡിഷ് പ്ലവ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്, മണ്ണിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഷി ടോൾഡ് മനു ദാറ്റ് റാഡിഷ് ഈസ് എ കൈൻഡ് ഓഫ് റൂട്ട്. മനുവോട് പറയാണ്, മനു ഇത് കണ്ടോ, ഇത് റാഡിഷ് ആണ്, ഇതൊരു വേരാണ്, ഇതൊരു റൂട്ടാണെന്ന് ആര് പറയാണ്? മനുവിൻ്റെ അമ്മ മനുവിനോട് പറയുകയാണ്. അപ്പോൾ റാഡിഷിന് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. എക്സാമിൻ എ റാഡിഷ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് റൂട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മോട് പറയാണ് ആ റാഡിഷ് എന്ന് പറയുന്നത് ഏത് റൂട്ടാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ടൈപ്പ് ഓഫ് വീനേഷൻ വുഡ് യു ഒബ്സർവ് ഇൻ ദി ലീഫ് ഓഫ് റാഡിഷ് പ്ലാന്റ്. ആദ്യം നോക്കിക്കേ, റാഡിഷ് എന്ന് പറയുന്ന റൂട്ടാണ്, നല്ല വണ്ണമുള്ള റൂട്ടാണ്, അത് പ്രൈമറി ആയിട്ടുള്ള വലിയ റൂട്ടാണ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ടായിരിക്കും. അപ്പോൾ ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ ആലോചിക്കുക, ടാപ്പ് റൂട്ട് സിസ്റ്റം ഡൈക്കോട്ട് പ്ലാന്റ്സിലല്ലേ കാണാം. നമ്മൾ പഠിച്ചതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണുന്നു. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ വീനേഷൻ. എന്താ വീനേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിൻസും വെയിൻലെറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണെന്ത്? ആ അറേഞ്ച്മെൻ്റ് ആണെന്ത്? വീനേഷൻ. അപ്പോൾ ഡൈക്കോട്ട് ചെടികളുടെ ഇലകൾ എന്ത് വീനേഷനാണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? ഒന്നാമത്തത് ടാപ്പ് റൂട്ടാണ്, വീനേഷൻ ഏതാണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ. കിട്ടിയില്ലേ? ആൻസർ നോക്കിക്കോ, ഇതാണ് ആൻസർ. നോക്കിക്കേ, റാഡിഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. റാഡിഷ് എന്തിന് എക്സാമ്പിൾ ആണെന്നാ പറഞ്ഞത്? ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് അല്ലേ? ടാപ്പ് റൂട്ടാണ് റാഡിഷ്. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ ഫീച്ചറാണ്? എന്തിൻ്റെതാണെടാ? അത് ഡൈക്കോട്ട് അല്ലേ? ഡൈക്കോട്ടിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ് എക്സിബിറ്റ് ചെയ്യുന്ന വീനേഷൻ ഏതായിരിക്കും? റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ 2 ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. 2 ആൻസർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. റാഡിഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മെയിൻ റൂട്ട് ദാറ്റ് ഗ്രോ വെർട്ടിക്കലി ഡൗൺവേർഡ്. മെയിൻ റൂട്ട് ഉണ്ടാവും, അതിന് സബ്സിഡറേറ്റ് സൈഡിലേക്ക് കുറച്ച് ഇങ്ങനെ ബ്രാഞ്ചസും ഉണ്ടാവും. ഒരു മെയിൻ റൂട്ട് ഇവിടെ ഉണ്ട്, മെയിൻ റൂട്ട് കാണാമല്ലോ. യെസ്, അതാണ് ടാപ്പ് റൂട്ടിൻ്റെ പ്രത്യേകത. ദ ലീഫ് ഓഫ് റാഡിഷ് പ്ലാന്റ് എക്സിബിറ്റ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ റാഡിഷ് എന്താ ചെയ്യുന്നത്? ന്യൂട്രിയൻറ്റും ഒക്കെ സ്റ്റോർ ചെയ്തൊക്കെയാണ്, ഫുഡ് സ്റ്റോർ ചെയ്തൊക്കെയാണ്. ഓക്കെ, റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് ആണ്. റൂട്ടാണ് മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ്. സാധാരണ രീതിയിൽ റൂട്ട് എന്താ ചെയ്യുക? ന്യൂട്രിയൻസും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്യും സോയിലിന് മുകളിലേക്ക് അല്ലേ? ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിനെ ഫിക്സ് ചെയ്ത് വെക്കും സോയിൽ. അതാണ് റൂട്ടിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്, മെയിൻ ഫങ്ഷൻസ്. അതുകൂടാതെ ഇവിടെ റാഡിഷ് എന്ന് പറയുന്ന ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇറ്റ്സ് മോഡിഫൈഡ് റൂട്ട് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ് അല്ലേ മക്കളെ? അപ്പോൾ ഇവിടുത്തെ ലീഫിൻ്റെ വീനേഷൻ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. എന്താ റെറ്റിക്കുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടുക്കൊരു മെട്രീബ് അല്ലെ, നടുക്ക് ഇങ്ങനെ ഉണ്ടാവും, അതിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെയിൻ വരും. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് വീനേഷൻ ദ വെയിൻ ഫോം എ നെറ്റ്വർക്ക് ലൈക്ക് പാറ്റേൺ. ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യും. വിത്ത് സ്മോളർ വെയിൻ ബ്രാഞ്ചിങ് ഓഫ് ഫ്രം ദ മെയിൻ വെയിൻ. ഒരു മെയിൻ വെയിൻ ഉണ്ട് അവിടെ, ആ മെയിൻ വെയിനിൽ നിന്ന് ചെറിയ ചെറിയ വെയിനുകൾ ഇങ്ങനെ ബ്രാഞ്ച് പോലെ വരുന്നു. ആൻസർ ക്ലിയർ ആയല്ലേ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ലുക്ക് അറ്റ് ദ ഇമേജ് ഓഫ് മൗണ്ടൻ ഗോട്ട് ആൻഡ് എ ഗോട്ട് ഫൗണ്ട് ഇൻ എ പ്ലെയിൻ. സമപ്രതലത്തിൽ ഒരു പ്ലെയിനിൽ കാണപ്പെടുന്ന ഗോട്ട് ഉണ്ട് ഇവിടെ. അപ്പുറ സൈഡിൽ മൗണ്ടനിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകാൻ അഡാപ്റ്റബിൾ, അല്ലെങ്കിൽ മൗണ്ടനിൽ ക്ലൈംബ് ചെയ്ത് പോകാൻ അഡാപ്റ്റ് ആയിട്ടുള്ള ഗോട്ടാണ് മൗണ്ടൻ ഗോട്ട്. 2 തരം ഗോട്ട് ഉണ്ട്. ആൻഡ് പോയിന്റ് ഔട്ട് ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം.
അപ്പോൾ ഇവർ രണ്ട് തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ സിമിലാരിറ്റി വെച്ചാൽ ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ഇവർ രണ്ടുപേരും സെയിം, ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ഇവർ ഡിഫറൻറ്റ് എന്ന് പറയണം. വാട്ട് ആർ ദ റീസൺ ഫോർ ദി ഡിഫറൻസ്? ഈ ഡിഫറൻസിന് കാരണം എന്താണ്? അതാണ് നമ്മൾ എഴുതേണ്ടത്. എ ഈസ് മൗണ്ടൻ ഗോട്ട് ആൻഡ് ബി ഈസ് ഗോട്ട് ഫൗണ്ട് ഇൻ ദി പ്ലെയിൻ. ഫസ്റ്റ് ഓഫ് ഓൾ ടോക്കിംഗ് അബൌട്ട് സിമിലാരിറ്റീസ്. രണ്ടാൾക്കാരും ആടുകളാണ് അല്ലേ, ദേ ആർ ബിലോങ്ങിങ് ടു സെയിം ഫാമിലി. ബൊവിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരും. ദേ ആർ ബോത്ത് ആർ ഗോഡ്സ് ഓൺലി. വെദർ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മൗണ്ടൻ ഓർ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ പ്ലെയിൻ, എവറി വൺ രണ്ടുപേരും എന്താണ്? ഗോട്ടാണ്, മീൻസ് സെയിം ഫാമിലിയാണ്. ഇനി ഈ രണ്ട് ആൾക്കാരും അവർ പുല്ലാണ് കഴിക്കാറ്, അല്ലെങ്കിൽ പ്ലാന്റ്സിനെയാണ് ഫുഡാക്കി എടുക്കുന്നത്. അപ്പോൾ ഹെർബിവോറുകളാണെന്ന് പറയാം അല്ലേ. സെയിം ഫാമിലിയിലാണ്, ഹെർബിവോറുകളാണ്. ആൻഡ് ഓൾസോ ഇവർക്ക് ബോഡി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നല്ല കൊമ്പുണ്ടാവും, അതുപോലെ തന്നെ നല്ല കാലുകളുണ്ടാവും. കാലുകളുടെ ആ ഒരു കുളമ്പ് അല്ലെങ്കിൽ ആ ഒരു കാല് അഡാപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും എന്തുണ്ട്? കാലും അതുപോലെ തന്നെ കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലിൻ്റെ അറ്റത്തുള്ള സാധനം, ഷൂ പോലുള്ള സാധനം കണ്ടോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സിമിലാരിറ്റി. ഇനി ഡിഫറൻസസിലേക്ക് വരുമ്പോൾ ആദ്യം ഞാനിവിടെ ഓക്കെ മൗണ്ടൻ ഗോട്ട് ഇവിടെയും പ്ലെയിൻ ഗോട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മൗണ്ടൻ ഗോട്ട് ഞാൻ മഞ്ഞ കളർ കൊടുക്കുക. മൗണ്ടൻ ഗോട്ടിന് ഹാസ് തിക്ക് ലോങ് ഫർ ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് കോൾഡ് മൗണ്ടൻ ടെമ്പറേച്ചർ. അപ്പോൾ മൗണ്ടനിൽ നല്ല മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അപ്പോൾ അവരെ പ്രതിരോധിക്കാൻ, ടെമ്പറേച്ചർ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫർ, ഇവരുടെ തൊലി അല്ലെങ്കിൽ ഇവരുടെ രോമമൊക്കെ വളരെ തിക്കായിരിക്കും. ഇനി പ്ലെയിൻ ഗോട്ടിലേക്ക് വരുന്ന സമയത്ത് ഹാസ് ഷോർട്ടർ ഫർ സ്യൂട്ടഡ് ഫോർ വാമർ ക്ലൈമറ്റ്. ഇവിടെ പ്ലെയിൻസിലാണ്. അപ്പോൾ വാമർ ക്ലൈമറ്റ് വരുമ്പോൾ അതിനെ പിന്നെ എന്ത് ചെയ്യണം? പ്രതിരോധിക്കണം, ചൂടിനെ പ്രതിരോധിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ ഫർ, അതായത് പ്ലെയിൻ ഗോട്ടിൻ്റെ ഫർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, ഷോർട്ടറാണ്. ഇനി മൗണ്ടൻ ഗോട്ടിലേക്ക് വരുമ്പോൾ ജനറലി സ്റ്റോക്കിയർ ആൻഡ് മോർ മസ്കുലർ, നല്ല മസ്കുലർ ആയിരിക്കും. അഡാപ്റ്റർ ഫോർ ക്ലൈംബിങ് റോക്കി ടെറൈൻസ്, അവിടെ ഇങ്ങനെ റോക്കി ആയിട്ടുള്ള കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ബോഡി മോർ മസ്കുലർ ആയിട്ടുള്ളത്. എന്നാൽ പ്ലെയിനിൽ കാണുന്ന ആടുകൾ പ്ലെയിൻ ഗോട്ട് എന്ന് പറയുന്നത് ലീനറാണ്, മെലിഞ്ഞിട്ടാണ്. ബിൽറ്റ് സൂട്ടബിൾ ഫോർ ഫ്ലാറ്റ് ഓപ്പൺ ഏരിയ, അവർ ഫ്ലാറ്റ് ഏരിയാസിലെല്ലാം ഉണ്ടാവുക. അപ്പോൾ അവരുടെ ബോഡി ലീനറാണ്. അതിന് വേണ്ടി, അതായത് ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പൺ ഏരിയാസിന് വേണ്ടിയിട്ട് അവരുടെ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അവിടെ നടക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അവരുടെ ബോഡി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനി മറ്റ് ചില ഡിഫറൻസസും നമുക്ക് നോക്കാനുണ്ട്. മൗണ്ടൻ ഗോട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മൗണ്ടൻ ഗോട്ട് സ്പെഷ്യലൈസ്ഡ് ഹൂവ്സ് ഉണ്ട് വിത്ത് റഫ് ടെസ്റ്റർ ഫോർ ബെറ്റർ ഗ്രിപ്പ്. അവരുടെ കാലുകളുടെ പ്രത്യേകത എന്തായിരിക്കും? റഫായിരിക്കും, ഫ്രിക്ഷൻ കൂടണം. കാരണം അവർ നല്ല ഗ്രിപ്പ് ആവശ്യമുണ്ട്. അവർ മൗണ്ടനിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്നവരാണ്, ഗ്രിപ്പ് ആവശ്യമുണ്ട്. റോക്കി സർഫസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഹൂസ് വളരെ ആ രീതിയിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. എന്നാൽ പ്ലെയിൻ ഗോട്ടിൻ്റെ കേസിൽ ഹൂസ് മോർ സൂട്ടബിൾ ഫോർ വാക്കിംഗ് ഓൺ ഫ്ലാറ്റ് ഗ്രാസി ലാൻഡ്. അപ്പോൾ പ്ലെയിൻ ഗോട്ട് എന്ന് പറയുന്നത് സമപ്രതലം, ഒരു പ്ലെയിൻ സർഫസ്, ഫ്ലാറ്റ് സർഫസിൽ നടക്കുന്നതാണ്, പുല്ലിലെ കൂടിയൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ അത്രത്തോളം റഫായിട്ടുള്ള ഒരു ഹൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പ്ലെയിൻ ഗോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ നടക്കുന്ന ആ ഒരു പ്ലെയിൻ ഫ്ലാറ്റ് സർഫസിന് വേണ്ടി ആ നടക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഹൂസ് ആയിരിക്കും പ്ലെയിൻ ഗോട്ടിന് ഉണ്ടാവുക. ഇനി മൗണ്ടൻ ഗോട്ടിലേക്ക് വരുമ്പോൾ ഓഫൺ ഹാവ് കർവ്ഡ് ഷാർപ്പ് ഹോൺ, നല്ല കർവ് ചെയ്ത ഷാർപ്പായ ഹോൺസ് ആണ്, കൊമ്പുകളാണ് അവർക്കുള്ളത്. ഇനി നമ്മുടെ പ്ലെയിൻ ഗോട്ടിലേക്ക് വരുമ്പോൾ അവർക്കും കൊമ്പുകളുണ്ട്. ഹോൺ ക്യാൻ വേരി ബട്ട് യൂഷ്വലി ലെസ് പ്രൊനൗൺസ്ഡ് ദാൻ ദാറ്റ് ഓഫ് മൗണ്ടൻ ഗോട്ട്. അപ്പോൾ പ്ലെയിൻ ഗോട്ട്സിന് ഓരോരുത്തർക്കും ഓരോ വെറൈറ്റീസിൽ ഹോണുകൾ കാണുന്നു. എന്നാൽ സാധാരണ രീതിയിൽ മൗണ്ടൻ ഗോട്ടിൻ്റെ അത്ര വലിപ്പം നമുക്ക് പ്ലെയിൻ ഗോട്ടിൻ്റെ കൊമ്പുകൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ വ്യത്യാസം. മറ്റൊരു ഡിഫറൻസസ് മൗണ്ടൻ ഗോട്ടിലേക്ക് വരുമ്പോൾ നീഡ് തിക്ക് ഫോർ ആൻഡ് സ്ട്രോങ് മസിൽസ് ടു ലിവ് ഇൻ കോൾഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റോക്കി മൗണ്ടൻ, കോൾഡ് റോക്കി മൗണ്ടനിൽ തിക്ക് ഫർ വേണം, അതുപോലെ തന്നെ നല്ല ബിൽട്ട് ഉണ്ടാവണം അല്ലേ, നല്ല മസിൽസ് ഉണ്ടാവണം. സ്പെഷ്യലൈസ്ഡ് ഹൂസ് ഫോർ ക്ലൈംബിങ്, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കാലുകൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ അഡാപ്റ്റഡ് ആയിരിക്കണം. പ്ലെയിൻ ഗോട്ടിലേക്ക് വരുമ്പോൾ ദേ ആർ ലിവിങ് ഇൻ വാമർ ഫ്ലാറ്റ് ഏരിയ, സോ ഇറ്റ് ഹാസ് ഷോർട്ടർ ഫർ, ബോഡി ഷേപ്പ് ഗുഡ് ഫോർ വാക്കിംഗ് ഓൺ ഗ്രാസ്. അവർക്ക് പുല്ലിലൂടെ നടക്കാൻ വേണ്ടി അഡാപ്റ്റഡ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറും അതുപോലെ തന്നെ കാലുകളും ഒക്കെയാണ് അവർക്ക് പ്ലെയിൻ ഗോട്ടുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് മൗണ്ടൻ ഗോട്ട് യൂസ് ഇറ്റ് സ്ട്രോങ് ബിൽറ്റ് ആൻഡ് ഷാർപ്പ് ഹോൺ ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് പ്രിഡേറ്റർ ഇൻ ദ മൗണ്ടൻ. മൗണ്ടനിലെ പ്രിഡേറ്റേഴ്സ്, വേട്ടയാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മൗണ്ടനിൽ അല്ലേ, അപ്പോൾ അവരൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലെയിൻ ഗോട്ടിൻ്റെ കേസ് പറയുമ്പോൾ റിലേസ് ഓൺ ബീങ് ഫാസ്റ്റ് ആൻഡ് അജൈൽ ടു എസ്കേപ്പ് ഫ്രം പ്രിഡേറ്റേഴ്സ് ഓൺ ദ പ്ലെയിൻ. ഇവർ പ്ലെയിനിലാണ്, അപ്പോൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ബോഡി എന്ത് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് ഓടാനൊക്കെയാണ് ഇവരുടെ ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ കുറേ
സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡിസിമിലാരിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു, മൗണ്ടൻ ഗോട്ടും പ്ലെയിൻ ഗോട്ടും തമ്മിൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ചെറിയ വീഡിയോ ഒരു 10 മിനിറ്റ് 11 മിനിറ്റ്, അപ്പോൾ ആ ഒരു മിനിറ്റുകളിൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ 6 മാർക്ക് നമ്മൾ വളരെ കൃത്യമായി തന്നെ ഉറപ്പിച്ചു. നമ്മൾ കൃത്യമായി പഠിച്ചു, കൃത്യമായി ഉറപ്പിച്ചു. പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങളിത് കൃത്യമായി എഴുതുമെന്ന് തന്നെ സാറ് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കണമെങ്കിൽ, ഇനിയും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പാരൻസ് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വീഡിയോസ്, കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കുട്ടികൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. സ്റ്റേ സേഫ് ആൻഡ് ബൈ.